മരുന്നിനും നിത്യച്ചെലവുകൾക്കുമായി സ്വയം കുട നിർമ്മിച്ച് വിറ്റ് പണം കണ്ടെത്തിയിരുന്ന അന്തിക്കാടുള്ള പാലിയേറ്റീവ് രോഗികൾ പ്രതിസന്ധിയിൽ. ഇവരുണ്ടാക്കുന്ന കുടകൾക്ക് ആവശ്യക്കാർ കുറവായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. സെറിബ്രൽ പാൾസി ബാധിതനാണ് ചെമ്മാപ്പള്ളി സ്വദേശി ശ്രീവിനേഷ്. ജന്മന അസുഖബാധിതനായ മകന്റെ ചികിത്സയ്ക്കും മറ്റും പണം കണ്ടെത്താനാണ് അമ്മ ഷീബ കുട നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ നിർമ്മിക്കുന്ന കുടകൾ വിറ്റഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എൻ്റെ മോന് സെറിബ്രൽ പാൾസിയുള്ള കുട്ടീന് ബെഡ് റൈഡറാണ്. ഞങ്ങളിങ്ങനെ ഒരു കുടയുടെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വരുമാനം കിട്ടാൻ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ കുട്ടികളുണ്ട്. അപ്പം എല്ലാവർക്കും കൂടിയിട്ട് ഇങ്ങനെ വിപണിയിലൊരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പം അതിനുള്ള വരുമാനം ഞങ്ങൾക്ക് കിട്ടും. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന അന്തിക്കാട് സ്വദേശി വത്സനും കുട നിർമ്മാണത്തിൽ സജീവമാണ്. ദിവസം 6 കുടകൾ വരെ നിർമ്മിക്കും. പക്ഷേ കുടകൾക്ക് വിപണിയിൽ ആവശ്യക്കാരില്ല എന്നതാണ് ഇവരുടെയും സങ്കടം. ഭാര്യ പപ്പടം ഉണ്ടാക്കി വിൽക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 1 വർഷമായി കിടപ്പിലായ ചാഴൂർ സ്വദേശി 82-കാരി നബീസയ്ക്ക് വേണ്ടി കുടകൾ നിർമ്മിക്കുന്നത് മകളാണ്. അന്തിക്കാട് സ്വദേശി ബിജുവും ദിവസം 3 കുട വരെ നിർമ്മിക്കുന്നുണ്ട്. പുത്തൻപീടികയിലെ കാരുണ്യ പാലിയേറ്റീവ് സംഘടന വഴിയാണ് ഇവർ കുട നിർമ്മാണം പരിശീലിച്ചത്. കുട വിറ്റുപോയാൽ ഒരു കുടയ്ക്ക് 100 രൂപയെങ്കിലും മിച്ചം കിട്ടും. കിടപ്പ് രോഗികളുടെ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ഇപ്പോൾ കുടകളും പേപ്പർ പെന്നുമാണ് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നത്. 10-12 രോഗികൾ കുടകളും പേപ്പർ പെന്നും ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു വരുമാന മാർഗം, പുറത്തു പോയി അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ട് ഇത് നമുക്ക് മേടിക്കുകയാണെങ്കിൽ കൂടുതൽ ഇവരെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഇത് കൂടുതൽ വിപണനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് കൂടുതൽ സഹായകമായിരിക്കും. 2-3-5 ഫോൾഡ് കുടകളും കാലൻ കുടകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. 320 രൂപ മുതൽ 550 രൂപ വരെയേ വില ഈടാക്കുന്നുള്ളൂവെങ്കിലും വൻകിട ബ്രാൻഡുകൾക്കിടയിൽ ഇവയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നില്ല. അന്തിക്കാട് മേഖലയിൽ കുട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 10ഓളം പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങളാണ് തങ്ങളുടെ കുടകൾക്ക് ആവശ്യക്കാരെ കാത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശ്ശൂർ.